യോഗത്തിൽ വന്നിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു, ഇത് ശരിയാണോ എന്ന് ചോദിക്കുക. ചോദിച്ചിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിയല്ല, തെറ്റാണ്, ഇതാണ് ശരി, അയ്യപ്പൻ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്, ഇതാണ് ശരി എന്ന് സമർത്ഥിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഈ മലയാളക്കരയിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഖാവേ, അന്ന് ഞാൻ എന്റെ രാഷ്ട്രീയ പണി അവസാനിപ്പിച്ചുകൊണ്ട് താൻ പറയുന്നത് എന്ത് പണിയും എടുക്കാം ആധികാരികമായിട്ടാണ് പറയുന്നത്. CPIM ഇല്ല എന്ന് പറഞ്ഞത് എന്നാ CPM ഉണ്ടായത്? CPIM എന്ന് പറയുന്ന പാർട്ടി രൂപം കൊണ്ടത് 1964 ഏപ്രിൽ മാസം 11 എന്റെ ശബ്ദം കേൾക്കുന്ന ഹൈന്ദവ സഖാവിന് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ മീനമാസം 28 CPIM-നകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മുസ്ലിം നാമധാരികളായ സഖാക്കൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു, റബീഉൽ അവ്വൽ 19 മുസ്ലിം നാമധാരികളെ അയ്യപ്പൻ കോണാടൻ അറിയാതെ പറഞ്ഞതല്ല, മനഃപൂർവ്വം ബോധപൂർവം. എന്തുകൊണ്ട്? എന്റെ പ്രിയ സ്നേഹിതനും സഹപാഠിയുമായ KT ജലീൽ പറയുന്നു മുസ്ലിം ലീഗ് പാർട്ടി വർഗീയ പാർട്ടിയാണ് എന്ന്. സഖാവ് TK ഹംസാക്ക് പറയുന്നു മുസ്ലിം ലീഗ് പാർട്ടി വർഗീയ പാർട്ടിയാണ് എന്ന്. എന്തിനധികം പറയുന്നു പ്രിയമുള്ളവരെ, നിങ്ങളുടെ നാട്ടുകാരനായ എന്റെ പ്രിയ സുഹൃത്ത് ഇബ്രാഹിം കുട്ടിയും പറയുന്നു മുസ്ലിം ലീഗ് പാർട്ടി വർഗീയ പാർട്ടിയാണ് എന്ന്. എന്നാൽ ഈ മുസ്ലിം സഖാക്കളായ നേതാക്കൾ മുസ്ലിം ലീഗ് പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് ആരോപിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ 65 വർഷത്തെ രാഷ്ട്രീയ ചരിത്രമെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നാളിതുവരെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു സാധാരണ പ്രവർത്തകൻ തൊട്ട് അങ്ങ് അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളുടെ പേര് വരെ ഒരു വർഗീയ വിധ്വംസക പ്രവർത്തനത്തിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ ഈ മുസ്ലിം നാമധാരികളായ സഖാക്കൾക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഇവർ മുസ്ലിം ലീഗ് പാർട്ടി വർഗീയ പാർട്ടി എന്ന് ആക്ഷേപിക്കുന്നു, ആരോപിക്കുന്നു. സഖാവ് TK ഹംസാക്കാനെ പോലുള്ള ആളുകൾക്ക് മുസ്ലിം ലീഗ് പാർട്ടി വർഗീയ പാർട്ടി എന്ന് ആക്ഷേപിക്കാൻ, ആരോപിക്കാൻ ഉതകുന്ന ചേതോ വികാരം എന്ത് കൂട്ടരെ? എന്താ വികാരം? അത് മറ്റൊന്നുമല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിൽ മുസ്ലിം എന്ന പദപ്രയോഗമുണ്ട്. ഇതാണ് കാരണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിൽ മുസ്ലിം എന്ന പദപ്രയോഗമുള്ളത് കൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് ആക്ഷേപിക്കുന്നത്, ആരോപിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ചോദിക്കട്ടെ എന്റെ പ്രിയ സ്നേഹിത മുസ്ലിം സഖാവേ, താങ്കൾ മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത കേവലം നാമധാരി മാത്രമാണ് എന്ന് നിങ്ങളുടെ ഭാഷയിൽ അമുസ്ലിമായ അയ്യപ്പൻ കോണാടൻ ആക്ഷേപിച്ചാൽ ഈ രാജ്യത്തെ TK ഹംസ സഖാഫിമാർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം എന്താ കൂട്ടര്? ലോകത്ത് ഇന്നിവരെ പുറത്തിറങ്ങിയ മുഴുവൻ ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചോ, ഏത് ഭാഷയാവട്ടെ, മുസ്ലിം എന്ന വാക്കിന്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം കരുണയുള്ളവൻ എന്നാണ്. അതുകൊണ്ടാണല്ലോ കാബാലികരെ നിങ്ങൾക്ക് ലാൽസലാം, ഇനിയുള്ള കാലം കരുണയുള്ളവന്റെ കൂടെ കൂടി ഞങ്ങൾക്ക് മനുഷ്യരായി ജീവിക്കണമെന്ന തീരുമാനമെടുത്തുകൊണ്ട് കേരളക്കരയിൽ വരുന്ന ആയിരക്കണക്കിന് വരുന്ന ഹൈന്ദവ സഹോദരന്മാർ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ ഹരിത പതാകയുടെ വാഹകരായി കേരളക്കരയിലാകെ മാറിയത്. മാത്രവുമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ 3.5 ലക്ഷത്തോളം ഗ്രാമാന്തരങ്ങളിലെ മനുഷ്യ മനസ്സുകളിൽ അധിവസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പ്രസ്ഥാനം ഇന്ത്യൻ മതേതരത്വത്തിന് അനിവാര്യ ഘടകമാണ് എന്ന് പറഞ്ഞ് മാറോട്ട് അടക്കി പിടിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് 64 ഏപ്രിൽ 11 CPM രൂപീകരിക്കപ്പെട്ടത് എന്തിന്റെ പേരില? CPIയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും 32 പേര് ഇറങ്ങി വന്നുകൊണ്ടാണ് CPM രൂപീകരിക്കപ്പെട്ടത്. ആ 32 പേരിൽ 31 പേരും മരണപ്പെട്ടു പോയി. ഒരേ ഒരു മനുഷ്യൻ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ളത് കൂട്ടരെ. അതേതാണ്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കസേരക്ക് അടുത്ത് വരെ പോയി വരാറുണ്ട്, ഒരിക്കലും അതിൽ ഇന്ന് വരെ ഇരുന്നിട്ടില്ല. ഈ 32 പേര് അന്ന് പറഞ്ഞതെന്താ? ഞാൻ പറഞ്ഞതല്ല, 1964 ഏപ്രിൽ 11 CPIM എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിന്റെ പാർട്ടി പരിപാടിയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാൻ പോണത്. 2 കാര്യങ്ങളാണ് പ്രധാനമായി പറഞ്ഞത്. CPIയുടെ സാർവദേശീയ ജനാധിപത്യ വിപ്ലവം കൊണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഇന്ത്യ രാജ്യത്തിന് അഭികാമ്യം. ആ ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കണമെങ്കിൽ ഇന്ത്യൻ തൊഴിലാളി വർഗം ആധികാരികമായി 2 കാര്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് CPIMന്റെ പ്രഥമ പാർട്ടി പരിപാടിയിൽ പറയുന്നത്. ഒന്നാമത് പറഞ്ഞ കാര്യം എന്താ? ഇന്ത്യയിലെ കുത്തക മുതലാളിത്തം ഇന്ത്യയുടെ മണ്ണിൽ വളരാൻ അനുവദിച്ചുകൂടെന്ന് മാത്രമല്ല, നിലവിലുള്ളവയെ ഉന്മൂലനം ചെയ്യണം. ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യണമെന്ന്.
ഉദാഹരണമായി അന്ന് 32 സഖാക്കൾ ഈ രാജ്യത്ത് ചൂണ്ടിക്കാണിച്ച ഇന്ത്യൻ കുത്തകന്മാരാരൊക്കെയാ? ടാറ്റ, ബിർള, മഫത്ലാൽ, ഗോയങ്ക, ഗോളിയാർ തുടങ്ങിയ വിരലിലെണ്ണാവുന്ന ഇന്ത്യൻ കുത്തക മുതലാളിത്തത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞത്, ഈ കുത്തക മുതലാളിത്തത്തെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ വളരാൻ അനുവദിച്ചുകൂടാ, ഇവയെ ഉന്മൂലനം ചെയ്യണം. അങ്ങനെ പറഞ്ഞ നിങ്ങളുടെ CPM ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? സഖാവെ പരിശോധിക്കുക.